നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരളത്തെ നടുക്കിയ കള്ളാടി മണ്ണിടിച്ചിലിൽ വീഴ്ച കരാർ കമ്പനിക്കെന്ന് സർക്കാർ. നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചു. മണ്ണും അവശിഷ്ടങ്ങളും നീക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം പാലിച്ചില്ല. ആവശ്യപ്പെട്ടത് മെയ് അവസാനവും ജൂൺ ആദ്യവും. ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. തെരച്ചിൽ തുടരുന്നു. തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കള്ളാടിയിലെ കരാറുകാരായ കൊങ്കൺ റെയിൽവേ. ഉരുൾപൊട്ടാൻ കാരണം അതിതീവ്ര മഴ. പ്രഭവ കേന്ദ്രം നിർമ്മാണ മേഖലയ്ക്ക് പുറത്ത്. നിർമ്മാണ പിഴവില്ല. പ്രദേശം ഇപ്പോഴും സുരക്ഷിതം. ജൂൺ പാതി മുതൽ തുരങ്കപാത നിർമ്മാണം നിർത്തിവെച്ചിരുന്നുവെന്നും വിശദീകരണം. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ന്യൂസ് 18 വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച അപകടാവസ്ഥ റിപ്പോർട്ട് ചെയ്തത്. ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അരികെയുള്ള അപകടം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയെടുക്കാത്ത അധികാരികളുടെ ശ്രദ്ധയ്ക്ക്. കാസർകോട്ടെ വീരമലക്കുന്നിനെ ദുരന്ത ഭൂമിയാക്കരുത്. മണ്ണിടിയാൻ തുടങ്ങിയിട്ട് ഒരു വർഷം. മഴ കനത്തതോടെ ഉറക്കമില്ലാതെ പരിസര പ്രദേശങ്ങൾ. നിർമ്മാണ കമ്പനിക്കും അധികൃതർക്കും നിസ്സംഗത. ഇറാന്റെ വധഭീഷണി മൂലം പാതി വഴിയിൽ വിമാനം മാറിക്കയറി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തുർക്കിയിൽ വെച്ച് ട്രംപ് ഇറങ്ങിയത് ഖത്തർ സമ്മാനിച്ച പുത്തൻ എയർഫോഴ്സ് 1-ൽ നിന്ന്. ഭീഷണിയുണ്ടെന്ന് ഇന്റലിജൻസ് വിവരം ധരിപ്പിച്ച ഇസ്രായേൽ. താൻ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് ട്രംപ്. ഇറാനിൽ തുടർച്ചയായ 3-ാം ദിവസവും ആക്രമണം. സിറിക് ഉൾപ്പെടെയുള്ള തെക്കൻ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ. ബുഷെഹർ ആണവ നിലയത്തിന് സമീപത്തും പൊട്ടിത്തെറി. പിന്നിൽ തങ്ങളല്ലെന്ന് US. ആക്രമിച്ചതാരെന്ന് തിരിച്ചറിയാനാകാതെ ഇറാൻ. വിഴിഞ്ഞം വിഷയത്തിൽ CPM-ലെ ഭിന്നത പുറത്തേക്ക്. ദിവ്യ S. അയ്യരെ അനുകൂലിച്ച കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തള്ളി PK ശ്രീമതിയും. ശ്രീമതിയുടെ പരസ്യ പ്രതികരണം. EP ജയരാജനും KK ശൈലജയ്ക്കും KK രാഗേഷിനെ തള്ളിയതിന് പിന്നാലെ. കോൺഗ്രസിൽ വീണ്ടും നിയമന വിവാദം. SFI നേതാവ് ജയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിനെതിരെ മുഖ്യമന്ത്രിക്ക് KSUവിന്റെ പരാതി. പരാതി നൽകിയവരിൽ അബിൻ വർക്കി MLA-യും. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18. BJP-യിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ നേതൃത്വം രഹസ്യമാക്കി വെച്ച കത്ത് പുറത്ത്. 3 നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത് 7-ാം തീയതി. സർക്കുലർ സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും തിരുവനന്തപുരം മേഖലാ സെക്രട്ടറിയെയും എല്ലാവിധ സംഘടനാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കി. രാഷ്ട്രീയ പ്രചാരണ യാത്രക്കിടെ 41 പേർ മരിച്ച ദുരന്തമുണ്ടായ കരൂരിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യ സന്ദർശനം. കറുപ്പ് വസ്ത്രമണിഞ്ഞ്. മരിച്ചവരുടെ ബന്ധുക്കളുമായും കൂടിക്കാഴ്ച. ആശ്രിതർക്ക് സർക്കാർ ജോലിയിലേക്കുള്ള ഉത്തരവ് കൈമാറും. വിജയ് കടന്നുപോയ വഴിയിൽ തിങ്ങിക്കൂടി ജനം. കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലിനെ ന്യായീകരിച്ച കമ്പനി. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി തിരിച്ചടിയായെന്ന് വിശദീകരണം. കേരളത്തിന് പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ പിരിച്ചുവിട്ടിരുന്നു. തീരുമാനം മാറ്റണമെന്ന് മന്ത്രി. സമവായമുണ്ടാകാതെ സർക്കാരുമായുള്ള ചർച്ച. രണ്ടാം ക്വാർട്ടർ ഫൈനൽ ഇന്ന്. യൂറോപ്യൻ ഭീമന്മാരുടെ പോരാട്ടം. സെമി ഫൈനൽ ലക്ഷ്യമിട്ട് സ്പെയിനും ബെൽജിയവും. സോഫി സ്റ്റേഡിയത്തിൽ രാത്രി 12:30 മത്സരം. മൊറോക്കോയെ തോൽപ്പിച്ച് ഫ്രാൻസ് സെമിയിൽ. തമ്മിലടിയിൽ രാജിവെക്കാനൊരുങ്ങി അമ്മ അഡ്ഹോക് കമ്മിറ്റി. മുൻ കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ അധികാരങ്ങൾ തിരികെ നൽകി. കോടതി ഇടപെടലിൽ ജനറൽ ബോഡി അംഗങ്ങൾ ഒപ്പം നിന്നില്ലെന്ന് കമ്മിറ്റി. മുതിർന്ന അംഗങ്ങൾ പ്രതികരിക്കാത്തതിലും അമർഷം. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സാബരിയുടെ മരണകാരണം തലച്ചോറിലെ രക്തസ്രാവമെന്ന് പ്രാഥമിക നിഗമനം. തലയ്ക്ക് പിന്നിൽ 2 തവണ അടിച്ചതിന്റെ അടയാളം. പുറത്തും വയറ്റിലും ക്ഷതമേറ്റ പാടുകൾ. ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ബഹിരാകാശത്തേക്കെത്തുന്ന ആദ്യ മലയാളിയാകാൻ ഒറ്റപ്പാലത്തുകാരൻ. നാസയുടെ ആസ്ട്രോനട്ട് ഡോക്ടർ അനിൽ മേനോൻ ജൂലൈ 14 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക്. ഒറ്റപ്പാലത്തുകാരൻ ബഹിരാകാശത്ത് ചെലവഴിക്കുക 8 മാസം.
പ്രളയത്തിൽ ജനജീവിതം സ്തംഭിച്ച ചൈന. മൃഗശാലയും പാമ്പു വളർത്തൽ കേന്ദ്രങ്ങളും തകർന്ന് മൃഗങ്ങളും വിഷപ്പാമ്പുകളും ജനവാസ മേഖലയിലേക്ക്. വെള്ളപ്പൊക്കത്തിൽ പണമുയർത്തി വിഹരിക്കുന്ന വിഷപ്പാമ്പുകളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. പുറത്തുപോയത് 900-ഓളം പാമ്പുകൾ. പാമ്പ് കടിയേറ്റ് ഒരു സ്ത്രീ മരിച്ചു. വാർത്തയിലേക്ക് വിശദമായി. ദുരന്തഭൂമിയായി വയനാട്. കള്ളാടി മണ്ണിടിച്ചിൽ അപകടത്തിൽ കരാർ കമ്പനിയെ കുറ്റപ്പെടുത്തി സർക്കാർ ഹൈക്കോടതിയിൽ. ഖനനം ചെയ്ത മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണമെന്ന് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയത് മെയ് 26-നും ജൂൺ 4-നുമെന്നാണ് വിശദീകരണം. ആവശ്യമെങ്കിൽ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ഒഴിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതായും സർക്കാർ. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. കരാർ കമ്പനിയെ കുറ്റപ്പെടുത്തിയാണ് സർക്കാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കരാർ കമ്പനിയോട് ഖനനാവശിഷ്ടങ്ങളും മറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അവശിഷ്ടങ്ങളും ഒക്കെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണത്. കരാർ കമ്പനി പാലിച്ചില്ല. മെയ് 26-നും ജൂൺ 4-നും 2 തവണ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതേസമയം തന്നെ മറ്റ് പാരിസ്ഥിതിക വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധനയിലാണ്. കൊങ്കൺ റെയിൽവേ അധികൃതരോടും അതുപോലെ കരാർ കമ്പനിയോടും ആവശ്യമെങ്കിൽ തൊഴിലാളികളെയും മറ്റു ജീവനക്കാരെയും തൊഴിലാളികളെയും അവിടുത്തെ താമസക്കാരെയും മാറ്റി പാർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതാണ്. അപകടത്തിന്റെ തലേ ദിവസം പോലും ഈ ഒരു ഇന്റിമേഷൻ സർക്കാർ നൽകിയിരുന്നതാണ്. അത്തരം പരിശോധനകൾ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് കരാർ കമ്പനിയെ നിശിതമായി വിമർശിക്കുന്ന റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ വിശദീകരണവുമായി കൊങ്കൺ റെയിൽവേ. അതിതീവ്ര മഴയാണ് അപകട കാരണമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. 24 മണിക്കൂറിനുള്ളിൽ 240 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. തുരങ്കം നിർമ്മിക്കുന്ന ഭാഗത്തു നിന്നും 240 മീറ്റർ മാറിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. തുരങ്കത്തിന് മുകളിൽ ഏകദേശം 110 മീറ്റർ ഉയരത്തിൽ നിന്ന് വലിയ തോതിൽ മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണു. കാലവർഷം ആരംഭിച്ചതിനാൽ ജൂൺ പകുതി മുതൽ തുരങ്ക നിർമ്മാണവും ഖനനവും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ച സുരക്ഷാ ഭിത്തികൾക്കും ചരിവുകൾക്കും നിർമ്മാണ പിഴവുകൾ ഉണ്ടായിരുന്നില്ല. മണ്ണ് നിക്ഷേപിച്ചിരുന്ന പ്രദേശം ഇപ്പോഴും സുരക്ഷിതമാണെന്നും കൊങ്കൺ റെയിൽവേ പറയുന്നു. മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 7ആയി. പശ്ചിമ ബംഗാൾ സ്വദേശി രാകേഷ് ഗുച്ചയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുഴയിൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഇന്ന് രാവിലെ തെരച്ചിൽ ആരംഭിച്ച് ഏറെ വൈകും മുമ്പാണ് 7ാമത്തെ മൃതദേഹവും കള്ളാടിയിൽ നിന്നും കണ്ടെടുത്തത്. മീനാക്ഷി പാലത്തിൽ നിന്നും ഏതാണ്ട് 200 മീറ്റർ താഴെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. ഇത് പശ്ചിമബംഗാൾ സ്വദേശി രാകേഷ് എന്നയാളുടെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി അപകടത്തിൽപ്പെട്ട് കാണാതായ ഒരാൾ മാത്രമാണുള്ളത്. അദ്ദേഹം ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണ എന്നയാളാണ്. തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നു. ഇവരുടെ ബന്ധുക്കളടക്കം മരിച്ച രാകേഷിൻ്റെയും ഒപ്പം കാണാതായ വിക്രം റാണയുടെയും ബന്ധുക്കളടക്കമുള്ളവർ അവിടെ സ്ഥലത്ത് തുടരുന്നുമുണ്ട്. ഒപ്പം കൂടുതൽ സന്നാഹങ്ങളോടെയാണ് ഇന്ന് ഈ തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നത്. തുർക്കയിൽ നിന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തകരുടെ അടക്കം രക്ഷാപ്രവർത്തകരുടെ അടക്കം സഹായത്തോടു കൂടി ഇന്ന് തെരച്ചിൽ നടക്കുന്നു. ആധുനികമായ യന്ത്ര സംവിധാനങ്ങളടക്കം എത്തിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി ലഭിച്ച മൃതദേഹങ്ങളെല്ലാം ഈ പുഴയുടെ മീനാക്ഷി പാലത്തിൽ നിന്നും താഴെ പുഴയിൽ നിന്നുമാണ് കണ്ടെത്തിയത് എന്നതുകൊണ്ട് തന്നെ പുഴ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതലായും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റും കഴിയുന്ന ആളുകൾക്ക് മുഴുവൻ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ പ്രത്യേകിച്ചും അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ച ആളുകൾക്ക് വാടക വീടുകളിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വാടക വീടുകൾ ക്രമീകരിച്ച് നൽകും എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാറും അറിയിച്ചിട്ടുണ്ട്. നിരവധി പ്രമുഖർ ഇന്നും ഈ ദുരന്ത സ്ഥലം സന്ദർശിക്കാനെത്തുകയും ചെയ്തിരുന്നു. ഒപ്പം വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അവരുടെ വാഹനങ്ങളും മറ്റും ആ മേഖലയിലൂടെ കടത്തിവിടുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പോംവഴിയും ഇന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ ഈ തേയില നുള്ളുന്ന അടക്കമുള്ള തൊഴിലാളികൾക്ക് ഈ തേയിലയുമായി പോകുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ഒപ്പം പത്രം, പാൽ തുടങ്ങിയ അവശ്യ സാമഗ്രികൾക്കും ആ വഴിയിൽ കൂടെ കടന്നു പോകുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നു. നേരത്തെ ഇത്തരം വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ രക്ഷാപ്രവർത്തനങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കളക്ടർ ഇതുവഴിയുള്ള വാഹന
വാഹന ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അയവ് ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിക്കുകയായിരുന്നു. അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആനക്കാമ്പുവിലെയും കള്ളാടിയിലെയും അടക്കമുള്ള നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക സമിതിയെ സർക്കാർ വൈകാതെ നിയോഗിക്കും. പരിസ്ഥിതി പ്രവർത്തകരും ഈ ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായ ആളുകളെയും ഒക്കെ ഉൾപ്പെടുത്തിയാവും കമ്മിറ്റി നിയോഗിക്കുക. ഈ കമ്മിറ്റിയുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാവും നിർമ്മാണം പുനരാരംഭിക്കുകയുള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഏത് തരത്തിലാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട വീഴ്ച വന്നത്? കമ്പനിയുടെ ഭാഗത്തു നിന്നാണോ അതോ പ്രകൃതി ദുരന്തം എന്ന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായതാണോ ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കും. കമ്പനി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് മണ്ണ് കൂട്ടി ഇട്ടുകൊണ്ട് മാത്രമല്ല ഇത്തരം ഒരു അപകടമുണ്ടായത്. കനത്ത മഴ ആ മേഖലകളിൽ തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരമൊരു പ്രകൃതി ദുരന്തം എന്ന് തന്നെ വേണം ഇക്കാര്യത്തെ പറയാൻ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വൈകാതെ നടക്കും. കള്ളാടി മണ്ണിടിച്ചിലിൽ അപകട ഭീഷണിയിലുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സർക്കാർ ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പ്രതികരണം. വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രമാത്രം സ്റ്റേബിളാണ്, അതിനകത്ത് ഇനിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ചെറിയ രീതിയിലുള്ള ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്നതായിട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട് ലാൻഡ് സ്ലൈഡായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയും മറ്റും വരുമ്പോൾ താഴോട്ട് വരുന്നു. അതത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എത്രമാത്രം സ്റ്റേബിളാണ് എന്നുള്ളത് ജിയോളജി ഇന്നലെയും ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നു. ഈ അപകട ഭീഷണിയുള്ള വീടുകളുണ്ടല്ലോ, താഴെയുള്ള വീട് ചുറ്റുവട്ടത്തുള്ള വീടുകളൊക്കെ മാറ്റി ഇവിടെ നിന്ന് വന്ന വീട് ഒഴിഞ്ഞു പോയവർക്ക് ഏത് രീതിയിലാണ് അവർ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ അവർ വാടക വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ വാടക വീട്ടിലേക്ക് മാറാനുള്ള എല്ലാ സൗകര്യവും ഗവൺമെന്റ് ഒരുക്കും. അത് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെന്താണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് ഇവിടെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസമായി ശക്തമായ മഴ തുടരുന്നതിനാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ആളുകൾക്ക് ദുരന്ത നിവാരണ സേന നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിലാണ് ഇന്നലെ മഴക്കെടുതികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോൺഗ്രസിൽ വീണ്ടും നിയമന വിവാദം. SFI നേതാവിനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയെന്ന് ആരോപണം. മുഖ്യമന്ത്രിക്ക് KSUവിന്റെ പരാതി. ജയോണ ജെയിംസ് 2015-19 കാലത്ത് ലോ കോളേജിൽ SFI നേതാവായിരുന്നു. പരാതിക്കാരുടെ കൂട്ടത്തിൽ അബിൻ വർക്കി MLAയുമുണ്ട്. കത്തിന്റെ പകർപ്പ് ന്യൂസ് 8 ലഭിച്ചു. VD സതീശൻ സർക്കാരിന് തുടക്കം മുതൽ നിയമനങ്ങൾ വലിയ വിവാദമായി മാറുകയാണ്. പ്ലീഡർ നിയമനമടക്കം നേരത്തെ വലിയ ദേവസ്വം ബോർഡിലെ പ്ലീഡർ നിയമനമടക്കം വിവാദമായി മാറി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം വലിയ തർക്കത്തിന് ഇടയാക്കി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭ അംഗീകരിച്ച ഗവൺമെന്റ് പ്ലീഡർമാരുടെ പട്ടികയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തുന്നത്. ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജിയോണ ജെയിംസ് എന്ന ഗവൺമെന്റ് പ്ലീഡർ നേരത്തെ SFI പ്രവർത്തകയായിരുന്നു. 2015-19 കാലത്ത് തിരുവനന്തപുരം ലോ കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകയായിരുന്ന ജിയോണയെ ഈ ഗവൺമെന്റ് പ്ലീഡർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് അടിസ്ഥാനം. ഇതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് KSU നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിക്ക് KSUവിൻ്റെ ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. ജിയോണയുടെ രാഷ്ട്രീയ പശ്ചാത്തലം വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്തിൽ അവരെ അടിയന്തരമായ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. അതേ കാലയളവിൽ ലോ കോളേജിൽ പഠിച്ചയാളാണ് ആറന്മുള MLA ആയ അബിൻ വർക്കിയുടെ പേരും ഈ ലെറ്റർ പാഡിൽ എഴുതി ചേർത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ജിയോണെ അടിയന്തരമായി മാറ്റണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ജിയോണയുടെ സീനിയർ അഭിഭാഷകൻ ഗവൺമെന്റ് പ്ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ പിൻബലത്തിലാണ് ജിയോണ കൂടി ഈ പട്ടികയിലേക്ക് വരുന്നതെന്ന വിമർശനമാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്. തുടർച്ചയായി കോൺഗ്രസിൻ്റെ നിയമന പ്രക്രിയ ഗവൺമെന്റ് പ്ലീഡറാകട്ടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനമാകട്ടെ വലിയ വിവാദത്തിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ ഗവൺമെന്റ് പ്ലീഡർ പട്ടിക. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ പട്ടികയും. BJPയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ 3 നേതാക്കളെ പുറത്താക്കി സർക്കുലർ. സംസ്ഥാന സെക്രട്ടറി അഞ്ജന MP, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങപ്പാറ രാജീവ്, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ എന്നിവരെയാണ് പുറത്താക്കിയത്. എല്ലാവിധ സംഘടനാ ചുമതലകളിൽ നിന്നും ഇവരെ നീക്കിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു.
7-ാം തീയതിയാണ് നടപടിയെടുത്തത്. BJP നേതൃത്വം രഹസ്യമാക്കി വെച്ച കത്താണ് ഇപ്പോൾ പുറത്തായത്. BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറി വലിയ വിവാദമാകുമ്പോഴും പ്രതികരിക്കാൻ BJP നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ എന്ന പേരിൽ ഒരു സർക്കുലർ ചില വാർത്താമാധ്യമങ്ങളിൽ, ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നു. തുടർന്നാണ് അത് വ്യാജമെന്ന നിലപാട് അറിയിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, വാർത്താക്കുറിപ്പ് ഇറക്കിയത്. വ്യാജ സർക്കുലറാണ് പുറത്തിറക്കിയത്. അതിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് അദ്ദേഹം നൽകി. അതിൽ തന്നെ ഇത്തരം ഫണ്ട് തട്ടിപ്പ് വിവാദമുണ്ടായിട്ടില്ലെന്ന ഒരു വാദം കൂടി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വച്ചു. പക്ഷേ അതിൻ്റെ ഒടുവിൽ ഒരു വാക്യം അദ്ദേഹം എഴുതി ചേർത്ത് ഇപ്രകാരമാണ്: BJP ജനാധിപത്യ പാർട്ടിയാണ്, അതിനുള്ളിൽ പല നടപടികളും ഉണ്ടാകും, അതിൽ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും എന്ത് കാര്യമെന്ന വിചിത്രമായ ചോദ്യമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചത്. ഏതായാലും അതിനു പിന്നാലെ യഥാർത്ഥ കത്ത് സർക്കുലർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ 3 പേർക്കെതിരെ, സംസ്ഥാന സെക്രട്ടറി അഞ്ജന അടക്കം 3 പേർക്കെതിരെ നടപടിയെടുത്തത് വ്യക്തമാക്കുന്ന കത്ത് പുറത്തു വന്നു. അതിൽ എന്താണ് കാരണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇവരെ ഈ 3 പേരെയും, അഞ്ജന ഉൾപ്പെടെ 3 പേരെയും എല്ലാ സംഘടനാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുന്നുവെന്ന വിശദീകരണമാണ് ആ കത്തിലുള്ളത്. ഈ ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി നേരിടുന്നയാൾ അഞ്ജനയാണ്. കൂടുതൽ പേർക്കെതിരെ അന്വേഷണമുണ്ടാകുമെന്ന സൂചനകളും പുറത്തു വരുന്നു. ശക്തമായ നടപടി തന്നെ വേണമെന്ന ആവശ്യം BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഈ വിഷയത്തിലുണ്ട്. ഇതിനിടെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി സുരേഷും ഈ വിഷയത്തിൽ ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ച് രംഗത്ത് വന്നു. ആരോപണങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പക്ഷേ നടപടി ഉണ്ടായി എന്നത് വസ്തുതയാണ്. ഏതായാലും CPM ഈ വിഷയത്തിൽ നിന്ന് BJPക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ കേരളം ഞെട്ടിയ അഴിമതി എന്നാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ഒരു ചാക്ക് നിറച്ച് നോട്ടുകെട്ടുമായിട്ട് സെൽഫി എടുത്ത് നിൽക്കുന്ന BJP പ്രവർത്തകനെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവരാണ് മലയാളികൾ. തിരുവനന്തപുരത്തൊരു പ്രമുഖ BJP നേതാവുമായിട്ട് കണക്റ്റഡ് ആണത്. എത്ര കോടിയുടെ കണക്കാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് അക്കാര്യത്തിൽ സംശയമില്ല. അവർ ആ നിലയിലുള്ള പ്രചാരണമൊക്കെ നടത്തുന്നവരാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് BJPയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പുറത്തു വന്നതിനപ്പുറത്തേക്കുള്ള വലിയ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിവരം ഇത്തരത്തിൽ നടപടി എടുക്കുന്നു, അല്ലെങ്കിൽ തട്ടിപ്പിന്റെ കേസിൽ നടപടി എടുക്കുന്ന തരത്തിലാകില്ല BJP ഒരുപക്ഷെ നേതാക്കൾക്ക് നടപടി ഉണ്ടാകുന്നത്. സാധാരണ മാറ്റങ്ങളുടെ ഭാഗമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ മാറ്റാനാണ് BJP ഇപ്പോൾ ആലോചിക്കുന്നത്. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് പ്രതികളുടെ അപ്പീലിൽ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച സർക്കാർ. മുതിർന്ന അഭിഭാഷകൻ P. വിജയഭാനുവാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. വിചാരണ കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ പ്രതികൾ സമർപ്പിച്ച അപ്പീലുകളിലാണ് നിയമനം. നേരത്തെ മാറാട് കേസടക്കമുള്ളവയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു അഡ്വക്കേറ്റ് വിജയഭാനു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് K. ബിജു IAS. പ്രോസിക്യൂഷൻ അനുമതി നൽകിയുള്ള വിവാദ ഉത്തരവിലാണ് മാപ്പ് പറച്ചിൽ. എന്നാൽ കോടതി മാപ്പ് അംഗീകരിച്ചില്ല. ചില മാറ്റങ്ങൾ വരുത്തി വീണ്ടും സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസ് വിധി പറയാൻ മാറ്റി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതിയുടെ സമ്മർദ്ദം കാരണം അനുമതി നൽകുന്നുവെന്നായിരുന്നു വകുപ്പ് സെക്രട്ടറി ബിജുവിന്റെ ആദ്യ ഉത്തരവ്. ഇതാണ് വിവാദമായത്. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ചർച്ച പരാജയം. ഇന്ന് നടന്ന മന്ത്രിതല വീഡിയോ കോൺഫറൻസിംഗിൽ പിരിച്ചുവിടലിനെ കമ്പനി അധികൃതർ ന്യായീകരിച്ചു. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പിരിച്ചുവിടലിന് നിർബന്ധിതരാക്കിയതെന്നാണ് കമ്പനിയുടെ വാദം. കേരളത്തിന് പുറത്തും പിരിച്ചുവിട്ടിരുന്നുവെന്നും കമ്പനി നിലപാടെടുത്തു. എന്നാൽ കേരളത്തിൽ തുടരണമെന്ന നിർദ്ദേശം മന്ത്രി ബിന്ദു കൃഷ്ണ ആവർത്തിച്ചു. കമ്പനിക്ക് ഇരട്ടത്താപ്പാണെന്ന് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ കമ്പനി ഇവിടെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് വീണ്ടും അവരുടെ കമ്പനിയിൽ മുന്നിൽ വെച്ചത്. അവസാനം ഞങ്ങളുടെ പ്രപ്പോസൽസ് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളെടുക്കാൻ ഫോഴ്സ്ഫുള്ളായി തീരും, ഞങ്ങൾ നിർബന്ധിതരാകും എന്നുവരെ പറഞ്ഞു. അവസാനം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അവരുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി 20-ാം തീയതി കമ്പനി ഒഫീഷ്യൽസ് നേരിട്ട് കേരളത്തിലെത്താം. ഇനിയിപ്പോൾ കൊച്ചിയിൽ വരാമെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും മീറ്റിംഗ് കൺവീൻ ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വേറെ വെർട്ടിക്കിൾസിനെ കൊണ്ടുവരാൻ അതിനുള്ള കാര്യങ്ങൾ കൂടി, അതായത് ഇതിന്റെ വർക്ക് കിട്ടേണ്ടത് മറ്റു വെർട്ടിക്കിളാണല്ലോ, അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നതടക്കം പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നതാണോ കമ്പനി അധികൃതർ നൽകുന്ന സൂചന? ഇനി എന്താണ് സർക്കാരിന്റെ മുന്നിലുള്ള വഴി?
രേണുക അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ മന്ത്രിയും ഹൈബി ഈഡനും സൂചിപ്പിച്ചതുപോലെ കമ്പനിക്ക് ഇരട്ടത്താപ്പ് നയം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും കമ്പനി സാമ്പത്തിക നഷ്ടത ആഗോളതലത്തിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട് കമ്പനിക്ക്. അതുകൊണ്ട് തന്നെയാണ് കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് കേരളത്തിൽ ഓഫീസ് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കും ജീവനക്കാരെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കും കടന്നത്. പക്ഷേ അതിൽ തിരുത്തു വരുത്തുന്ന സാഹചര്യത്തിൽ തന്നെ നിലവിൽ ഈ കമ്പനിയിലേക്ക് തന്നെ വിവിധ ഇടങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ഹയർ ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടുത്തെ ആളുകളെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യം ഉൾപ്പെടെ ചെയ്തുകൂടെ എന്ന കമ്പനിയോട് മന്ത്രിതല ചർച്ചയിൽ മന്ത്രി തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനവർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അവരുടെ മറ്റ് അധികൃതരുമായും മറ്റ് വിദഗ്ധ ഉപദേശങ്ങൾക്കും ശേഷം 20-ാം തീയതി വീണ്ടും കാണാമെന്നുള്ള നിലപാടിലാണ് കമ്പനി അധികൃതർ. ആ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ കമ്പനിയിൽ കേരളത്തിൽ നിന്നുള്ള ലാഭം കണക്കാക്കുമ്പോൾ അത് നഷ്ടമായിരുന്നില്ല, കമ്പനി നഷ്ടമായിരുന്നില്ല എന്നുള്ളതും കമ്പനി അധികൃതർ കള്ളം പറയുകയാണ് എന്നുള്ള കാര്യത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം കേരളത്തിലെ ജീവനക്കാരെ പറ്റി അവർക്ക് മറിച്ച അഭിപ്രായമില്ല, മോശം അഭിപ്രായമില്ല. കേരളത്തിൽ റൺ ചെയ്തിരുന്ന കമ്പനിയെ പറ്റി മറിച്ച അഭിപ്രായമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നത് എന്നുള്ളതിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി അല്ല, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് കപടമായ വ്യാജമായുള്ള ഒരു കാരണം മാത്രമാണ് എന്ന് വ്യക്തമാകുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് കമ്പനി സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ കമ്പനി അധികൃതർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ മറ്റു നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അതായത് പ്രത്യേകിച്ചും ലേബർ ലോയുടെ വയലേഷനാണ്, കേന്ദ്ര ലേബർ നിയമത്തിന്റെ വയലേഷനാണ്. അതുകൊണ്ട് തന്നെ മറ്റു നിയമങ്ങളുമായി മുന്നോട്ട് പോകും. തിങ്കളാഴ്ച തൊഴിൽ മന്ത്രിയുമായി, കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കി. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം കേരളത്തിലെ വിവിധ കമ്പനികളിൽ, അതായത് അന്താരാഷ്ട്ര തലത്തിലും നാഷണൽ തലത്തിലുമുള്ള വിവിധ കമ്പനികളിൽ നിന്നും പിരിച്ചുവിടൽ സാഹചര്യത്തിലേക്ക് കടക്കുന്ന അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഓഫീസ് വെൽനസ് പോളിസി രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ട്. അത് IT മന്ത്രാലയം, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമായിട്ടും ചർച്ച ചെയ്ത ശേഷം അത് കോൺക്ലേവ് സംഘടിപ്പിച്ച് കോൺക്ലേവിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരമൊരു പോളിസി രൂപീകരണത്തിലേക്ക് പോവുകയെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രേണുക. രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലും ദിവ്യ IS അയ്യരുടെ സ്ഥാനമാറ്റത്തിലും CPM-ലെ ഭിന്നത പുറത്തുവരുന്നു. ദിവ്യ IS അയ്യരെ അനുകൂലിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നടത്തിയ പ്രസ്താവനയെ പരോക്ഷമായി തള്ളി EP ജയരാജനും KK ശൈലജയും രംഗത്ത് വന്നതിന് പിന്നാലെ PK ശ്രീമതിയും സമാന അഭിപ്രായവുമായി രംഗത്ത് വന്നു. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും R കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇന്നലെ തന്നെ ഈ അഭിപ്രായ ഭിന്നത വ്യക്തമായിരുന്നു. അത് അല്പം കൂടി ആ ഭിന്നത വെളിച്ചത്തേക്ക് കൊണ്ടുവരികയാണ് PK ശ്രീമതിയുടെ പരാമർശങ്ങൾ കൂടി. എന്താണ് വിഴിഞ്ഞം വിഷയത്തിൽ CPM-നുള്ളിൽ സംഭവിക്കുന്നത്? രേണുക, CPM-നുള്ളിൽ ചില ആശയഭിന്നതകൾ അതിശക്തമായി തന്നെയുണ്ട്. അത് പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായ രൂപത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, വിഴിഞ്ഞം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒരു നിലപാടും, ആ നിലപാടിനെ അനുകൂലിച്ചാണ് KK രാഗേഷ് നിലപാട് സ്വീകരിച്ചത്. പക്ഷേ EP ജയരാജൻ, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, അതോടെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ, ഇവർ മൂന്നുപേരും പറഞ്ഞത് വ്യത്യസ്തമായ നിലപാടാണ്. ഫലത്തിൽ അത് അങ്ങനെ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഏത് തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത്. പക്ഷേ CPM-ലെ കണ്ണൂരിലെ നേതാക്കൾ ആ തരത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ ഒരു അഭിപ്രായം പറയുക, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ പരസ്യമായ ഒരു അഭിപ്രായം പറയുക, അത് പരോക്ഷമായി പോലും അഭിപ്രായം പറയുക എന്നുള്ളത് ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെ പ്രത്യക്ഷമായി തന്നെ പറയുന്നു. KK രാഗേഷാണ് വളരെ തെളിച്ചു പറഞ്ഞത്. അത് ദിവ്യ IS അയ്യർ വിഴിഞ്ഞം പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ നിലപാടെടുത്ത ഉദ്യോഗസ്ഥയാണ്. അദാനി ഗ്രൂപ്പിന്റെ താല്പര്യപ്രകാരമാണ് ദിവ്യ IS അയ്യരെ അവിടെ നിന്ന് മാറ്റിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. മുഖ്യമന്ത്രിയുടെ വാദത്തിന് മറുപടിയായിട്ടാണ്, ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാദത്തിന് മറുപടിയായിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. ഇത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മാറ്റുന്നവരാണോ ആ കഴിഞ്ഞ സർക്കാർ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ച് ആ പരോക്ഷമായി ആ രാഗേഷിന്റെ വാദത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ കൂടിയാണ് വന്നിരിക്കുന്നത്. KK ശൈലജ ഇന്നലെ പറഞ്ഞത് ഉദ്യോഗസ്ഥരെ മാറ്റുക എന്നുള്ളത് ഓരോ സർക്കാരും വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇന്ന് അവർ അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടി നൽകുന്നു. ഞാൻ
ഉദ്ദേശിച്ചത് ഉദ്യോഗസ്ഥരെ മാറ്റുന്ന വിഷയത്തിലാണ്. പക്ഷേ ദിവ്യാസ് അയ്യരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു എതിരഭിപ്രായം ഞങ്ങൾക്കില്ല. PK ശ്രീമതിയും പറയുന്നത് ദിവ്യാസ് അയ്യർ ഏതെങ്കിലും തരത്തിൽ നല്ല ഉദ്യോഗസ്ഥ തന്നെയാണ്. പക്ഷേ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന വിഷയത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു സർക്കാർ മാറ്റുന്നതിനെതിരായ ഒരു അഭിപ്രായം ആർക്കുമില്ല. EP ജയരാജൻ കുറച്ചുകൂടി കടത്തിയാണ് പറഞ്ഞത്. അത്തരത്തിൽ ദുരൂഹത ആരോപിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പോയി മറുപടി ചോദിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഇതിൽ വളരെ പ്രത്യക്ഷമായി തന്നെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, KK രാഗേഷ്. ഇവരുടെ അഭിപ്രായത്തെ പരോക്ഷമായി തള്ളുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളായ EP ജയരാജനായാലും KK ശൈലജയായാലും PK ശ്രീമതി ആയാലും നടത്തിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ചില വിഷയങ്ങളിലെങ്കിലും ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ പിണറായി വിജയനോ MV ഗോവിന്ദനോ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനൊപ്പ് എല്ലാവരും പറയും എന്നുള്ള ഒരു നിലയിൽ നിന്ന് മാറ്റമുണ്ടായിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇവർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിനെതിരെ പാർട്ടിയിൽ ഒരു ചോദ്യം വന്നാൽ അതിന് മറുപടി പറയാൻ തക്ക രീതിയിൽ കൂടി ആ തരത്തിൽ കൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ 3 പേരും മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിൽ EP ജയരാജൻ മാത്രമാണ് കുറച്ച് കടത്തി പറഞ്ഞത്. അങ്ങനെ ആരോപണം ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കൂ, തനിക്ക് ഇതിനൊന്നും ബന്ധമില്ല എന്നുള്ള മട്ടിൽ തന്നെ കടന്നു പറഞ്ഞത്. പാർട്ടിക്കുള്ളിലെ ചില അധികാര തർക്കങ്ങൾ, ചില വിമർശനങ്ങളൊക്കെ ചെറിയ രീതിയിൽ വീണ്ടും പുറത്തു വരുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് കണ്ണൂരിലെ തന്നെ പ്രധാനപ്പെട്ട 6 നേതാക്കൾ ഡയറക്റ്റായി പങ്കെടുത്ത ഈ വിഷയത്തിലെ അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. താരസംഘടനയിലെ തമ്മിലടിയിൽ രാജിവെക്കാൻ ഒരുങ്ങി അഡ്ഹോക് കമ്മിറ്റി. മുൻ കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ താക്കോലുകൾ, രേഖകൾ എന്നിവ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെ വിളിച്ചുവരുത്തി തിരികെ കൈമാറി. മുതിർന്ന അംഗങ്ങൾ പ്രതികരണം നടത്താത്തതിലും രമേശ് പിഷാരടിയുടെ ഓഡിയോ ശ്വേതാ മേനോൻ പുറത്തുവിട്ടതിലും അഡ്ഹോക് കമ്മിറ്റിയിൽ വിമർശനമുയർന്നിരുന്നു. അതേസമയം താൻ നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി അൻസിബയും രംഗത്തു വന്നു. താരസംഘടനയായ അമ്മയിലെ പ്രതിസന്ധി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ. അഡ്ഹോക് കമ്മിറ്റി അടക്കം രാജിവെക്കുന്നു എന്ന രീതിയിലേക്ക് പോകുന്നു. അഡ്ഹോക് കമ്മിറ്റി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഒഴിയുന്നതായിട്ടാണ് അവരൊരു തീരുമാനമായിട്ട് വന്നിരിക്കുന്നത്. നിലവിൽ അതായത് ഭരണസമിതിയിൽ അവശേഷിക്കുന്ന ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന് തങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. അതായത് അന്ന് അഡ്ഹോക് കമ്മിറ്റി ചുമതലയേൽക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓഫീസ് സംബന്ധിയായ ഭരണ ചുമതലകളുടെ ഭാഗമായി ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അതെല്ലാം തന്നെ തിരികെ നൽകുകയാണ്. ഫയലുകളും മറ്റ് പാസ്വേഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ തിരികെ നൽകുകയാണെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അഡ്ഹോക് കമ്മിറ്റി എത്തിയിരിക്കുന്നു എന്നതാണ്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ തന്നെ പിറ്റേന്ന് കോടതിയെ സമീപിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ കോടതിയിൽ അങ്ങനെയൊരു നിയമയുദ്ധം നടത്തിക്കൊണ്ട് തുടരേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് അഡ്ഹോക് കമ്മിറ്റിക്കുള്ളത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് പോകേണ്ടതില്ല. അഡ്ഹോക് കമ്മിറ്റിയുടെ സാധുത പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പലരുടെ ഭാഗത്തു നിന്നുമുള്ള വാക്കുകളുണ്ടായിരുന്നു. ഒപ്പം തന്നെയും ഇതിൽ രമേശ് പിഷാരടിക്കായിരുന്നു അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല എന്ന രീതിയിലേക്ക് വന്നിരുന്നത്. രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ അത് പുറത്തു വന്നതെല്ലാം വലിയ രീതിയിൽ താരസംഘടനയ്ക്കും അതോടൊപ്പം തന്നെ രമേശ് പിഷാരടിക്കുമെല്ലാം തന്നെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന വിലയിരുത്തൽ ഉണ്ട്. ഒപ്പം ശ്വേതാ മേനോൻ്റെ ഒരു രാജി പ്രഖ്യാപനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ രാജി എഴുതി നൽകുന്ന രീതിയിലേക്ക് അവർ പോകാതെ അവർ താൻ തൽസ്ഥാനത്ത് തുടരുകയാണെന്നുള്ളൊരു പ്രഖ്യാപനമെല്ലാം തന്നെ വന്നതോടുകൂടിയാണ് ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് നിലവിൽ സാങ്കേതികത്വം മാത്രമാകുന്ന രീതിയിലേക്ക് വന്നത്. അതുകൊണ്ട് തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. ഒപ്പം ഈ കോടതിയെ സമീപിക്കുമ്പോഴെല്ലാം ജനറൽ ബോഡി അംഗങ്ങൾക്കും ജനറൽ ബോഡിയിൽ നിന്നും കാര്യമായൊരു പിന്തുണ തങ്ങൾക്ക് ലഭിച്ചില്ല. അതോടൊപ്പം അഡ്ഹോക് കമ്മിറ്റി സംബന്ധിയായോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അമ്മയിലെ പ്രശ്നങ്ങൾ സംബന്ധിയായോ മുതിർന്ന താരങ്ങളിൽ നിന്ന് ഒരു പ്രതികരണവും ലഭിക്കാതിരുന്നു. അവരിൽ നിന്ന് അനുകൂലമായോ യാതൊരു രീതിയിലുള്ള പിന്തുണയും കാര്യങ്ങളും ഒന്നും തന്നെ വരാതിരുന്നതുമെല്ലാം ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പിൻവാങ്ങലിന് കാരണമായിട്ടുണ്ട്. ഏതായാലും അമ്മയിലെ പ്രതിസന്ധി ഒന്നുകൂടി മൂർച്ഛിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ പോക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ അൻസിബ നൽകിയ പരാതി, അത് അമ്മയുടെ ഒരു സമിതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടിയും ഈ താരങ്ങൾക്കിടയിലെ തന്നെ ഉണ്ടായിരിക്കുന്ന ആ ഒരു അസ്വാരസ്യങ്ങൾ അതൊന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ്. അത് അമ്മയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോഴത് വ്യക്തിപരമായ രീതിയിലേക്കെല്ലാം തന്നെ പോയിരിക്കുന്നു. അൻസിബ നൽകിയ 2 പരാതികൾ, ഒന്ന് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ കടവന്ത്ര പോലീസ് സ്റ്റേഷനും നൽകിയ പരാതികളിൽ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് അൻസിബ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങുകയും തുടർന്ന് അൻസിബയ്ക്ക് അനുകൂലമായിട്ട് അൻസിബയുടെ പരാതിയിലെല്ലാം തന്നെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് പാലാരിവട്ടം പോലീസിൽ
അൻസിബ് ഒരു പരാതി നൽകിയിരുന്നു. അത് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോനും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയയും തന്നെ അപമാനിക്കുന്ന രീതിയിലേക്ക്, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ പരാതി നൽകിയത്. എന്നാൽ ആ പരാതിയിലും പാലാരിവട്ടം പോലീസ് നടപടികൾ സ്വീകരിച്ചില്ല. അതിൽ ഈ അപമാനിക്കുന്ന രീതിയിലോ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന രീതിയിലോ ആയ യാതൊരു ഉള്ളടക്കവും ആ ഇൻ്റർവ്യൂകളിൽ ഇല്ല എന്ന രീതിയിലാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇത് അൻസിബയ്ക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നാണ് പോലീസ് എടുത്തിരിക്കുന്ന നിലപാട്. അതിനെതിരെ അൻസിബ പ്രതിഷേധക്കുറിപ്പുമായി സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. തനിക്ക് നീതി ലഭിക്കും വരെ താൻ പോരാടുമെന്നാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നടക്കം നീതി ലഭിക്കാതിരിക്കുന്നു. അത് ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരിതിൽ പെരുമാറുന്നത്. പക്ഷേ ഇവിടെ ഒരു നീതിപീഠമുണ്ട്, തനിക്ക് അനുകൂലമായി അതിൽ അവിടെ നടപടികൾ ഉണ്ടാകുമെന്നാണ് അൻസിബ കുറിച്ചിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ളതായിരുന്നു അവരുടെ പെരുമാറ്റം. അത് താൻ പൊതുജനത്തെ ബോധ്യപ്പെടുത്തും എന്ന രീതിയിൽ തന്നെയാണ് അൻസിബ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. അങ്ങനെ അമ്മയുമായി ബന്ധപ്പെട്ടും താരങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും നിലനിൽക്കുകയാണ്. ഡാനിപ്പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പാലാ KSRTC ബസ് സ്റ്റാൻഡിലെത്തിയാൽ ഇതൊരു മെട്രോ സ്റ്റേഷനാണോ എന്ന സംശയം നിങ്ങൾക്കുണ്ടാകും. രൂപത്തിൽ മാറ്റമില്ലെങ്കിലും ആധുനികവൽക്കരിച്ച അനൗൺസ്മെന്റ് രീതിയാണ് നിങ്ങളെ ഈ ചിന്തയിലെത്തിക്കുക. കണ്ടക്ടറായ KM അരുണാണ് സ്വന്തമായി ആപ്പ് നിർമ്മിച്ച് മെട്രോ സ്റ്റേഷനുകളെ അനുസ്മരിപ്പിക്കുന്ന അനൗൺസ്മെന്റ് കൊണ്ടുവന്നത്. പൊൻകുന്നം വഴി മുണ്ടക്കയത്തിനുള്ള ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. പൈക, കോരാലി, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, പാറത്തോട് വഴി മുണ്ടക്കയം. നിങ്ങളിപ്പോൾ കേട്ട ഈ അനൗൺസ്മെന്റ് ഏതെങ്കിലും മെട്രോ സ്റ്റേഷൻ അല്ല, റെയിൽവേ സ്റ്റേഷൻ അല്ല, കേരളത്തിലെ ഒരു ബസ് സ്റ്റാൻഡാണ്. മറ്റെവിടെയല്ല, കോട്ടയത്തെ പാലാ ബസ് സ്റ്റാൻഡ്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ആയിരിക്കും ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ ഇങ്ങനൊരു അനൗൺസ്മെന്റ് കേൾക്കുക. അതിന് കാരണക്കാരനായ അരുൺ KM ഇവിടുത്തെ കണ്ടക്ടറാണ്. അദ്ദേഹമാണ് ഈ ഐഡിയക്കെല്ലാം പിന്നിൽ. ഇതെങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ഇത് നമ്മുടെ ഇവിടുത്തെ SMRയുടെ ഡ്യൂട്ടി ഇതിൽ കടുപ്പമാണ്. ഇവിടെ വലിയ ഡിപ്പോയാണ്. അപ്പോൾ ഒരാൾ തന്നെയാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്, ബാക്കിയുള്ള എൻക്വയറി എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ഇങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയോ? സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. മൊബൈലിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മൊബൈൽ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പാണ്. ആൻഡ്രോയിഡിനകത്ത് വർക്ക് ചെയ്യുന്ന ഏത് ഫോണിലും വർക്ക് ചെയ്യുന്നത്. ഏത് ഫോണിലും വർക്ക് ചെയ്യാൻ ആർക്കും ഉപയോഗിക്കാം. അതായത് ഈ കാണുന്ന പോലെ ഇപ്പോൾ കാസർഗോഡ് മിന്നൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് എൻട്രി കൊടുത്താൽ അത് പ്ലേ ആവും. അതെ. ഈ പ്ലസ് സിമ്പിൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ബസ് ആഡ് ചെയ്യാം. ഇപ്പം കാസർഗോഡ് ടൈപ്പ് ചെയ്യുക, പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പോകുന്ന വഴി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പറഞ്ഞോളും. ഇതുപോലെ വരും. ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളം എന്ത് ടൈപ്പ് കൊടുത്താലും ഇത് പറഞ്ഞോളും. അപ്പൊ പിന്നെ നമ്മൾ ഇതിൽ പ്രസ് ചെയ്താൽ പ്ലേ ആവും. പിന്നെ വീണ്ടും നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബട്ടൺ ക്രിയേറ്റ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ബട്ടനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്യും, പ്ലേ ആവും. ഇപ്പം ഉദാഹരണത്തിന് പൊൻകുന്നം പോകുന്ന വണ്ടി ഉടനെ പോകാൻ തുടങ്ങുന്നതാണ്. സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. പൈക, മഞ്ചപ്പൊടി, കൂടാലി വഴി പൊൻകുന്നം. ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാൻഡ് വഴിയുള്ള മുഴുവൻ ബസ്സുകളും ഇതിനകം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയ ഡിപ്പോ ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിരിക്കും കിട്ടുന്നത്. അവിടെ നമുക്ക് പ്ലസ് അടിച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇത് പെയ്ഡ് ആപ്പാണോ? അല്ലല്ല, ഇപ്പൊ നല്ല പെയ്ഡ് ആപ്പല്ല. ഇത് വെറുതെ ഒരു ഫ്രീ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി. നമ്മൾ സാറിന് മെട്രോ സ്റ്റേഷനിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ പോകുമ്പോൾ ഇതൊരു വലിയ സംഭവമാണെന്ന് തോന്നുന്നു. അത്രയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതിപ്പോ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഏതാക്കും കൈകാര്യം ചെയ്യാം, ആർക്കും ആഡ് ചെയ്യാം. അതിൻ്റെ പോരായ്മയുണ്ട്. ഞങ്ങളത് അടുത്ത അപ്ഡേറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും പരിഹരിക്കാനുള്ള. ഈ മറ്റ് ഡിപ്പോകളിലൊക്കെ ഇത് KSRTC മന്ത്രിയോ അങ്ങനെ ആരും ശ്രദ്ധയിൽപ്പെട്ടോ? ഇതുവരെ അവരാരും ശ്രദ്ധയിൽപ്പെട്ടായിട്ട് അറിവില്ല. പക്ഷേ 1-2 ഡിപ്പോകൾ കോൺടാക്ട് ചെയ്യും, ചളിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് ചെലവ് എന്തായി? ചെലവ് അത്യാവശ്യം പൈസ ചെലവായി. ബേസിക്കലി സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കാര്യത്തിലാണോ? അതോ അതെ, ഇതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനെയുള്ള ചെറിയ ചിലവുകളൊക്കെ ഉണ്ട്. അരുണിന് എങ്ങനെയാണ് ഇതിനോടൊരു താല്പര്യം വന്നത്? ഞാൻ കമ്പ്യൂട്ടർ ഫീൽഡിലാണ്. ഇതിന് മുമ്പ് കമ്പ്യൂട്ടർ ആയിരുന്നു. ഞാൻ 2003-2006 ബാച്ച് മുട്ടം പോളിടെക്നിക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. അന്ന് പോലെ ഉണ്ട്. ഞാൻ ബേസിക്കലി ടെക്നീഷ്യനാണ്. PC ചെയ്ത് ജോലി കിട്ടിയപ്പോൾ ഇങ്ങനെ വന്നോളൂ. ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കെല്ലാം ഇത് പഠിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ എല്ലാം അറിയാം. ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങളുടെ ഏറ്റവും അശോക് സാറും ഹാപ്പിയാണ്. അശോക് സാറാണ് ആദ്യം ഇത് ഞാൻ കാണിക്കുന്നതും. പുള്ളിയാണത് കൊള്ളാം എന്നൊരു വാക്ക് പറയുന്നത്. ഫുള്ള് പ്രവർത്തിക്കാൻ തുടങ്ങിയോ? ആ നിലയിൽ മുഴുവൻ സമയം അനൗൺസ്മെന്റ് മുഴുവൻ സമയം
ഇവിടുത്തെ എല്ലാ വണ്ടികളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ പ്ലേ ആവും. വണ്ടി ഐഡന്റിഫൈ ചെയ്യുക, ബട്ടൺ ഞെക്കുക. ധാരാളം വണ്ടികൾ ഇവിടെ വന്ന് പാസ് ചെയ്ത് പോകേണ്ടതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുള്ളൂ. ചെറിയ ഡിപ്പോകൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇനി ഞങ്ങൾ ഇതൊന്നുകൂടെ ക്രോഡീകരിച്ചിട്ട് അതൊരു ഫോൾഡർ ടൈപ്പ് എങ്ങനെ ആക്കി നമുക്ക് ഈസി ആയിട്ട് ആർക്കും കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. സിമ്പിളാണ്. നമ്മൾ കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ഒറ്റ ക്ലിക്കിൽ തന്നെ ഏത് വണ്ടിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വന്ന വണ്ടി ഏതെന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിലും സ്വാഭാവികമായിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നതിനാണെങ്കിലും അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ സർക്കാരൊക്കെയാണ് ഇത്തരം വലിയ പദ്ധതികൾ നടപ്പാക്കുക. അതാണ് അരുൺ സ്വന്തം ബുദ്ധിയിൽ ഇവിടെ ഇങ്ങനെ ഫലത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. പാലായിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഏറെ വിവാദമായ ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും സജീവം. പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള സർവേ നടപടികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു. അനുമതി ലഭിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഉടമ എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു. 10 വർഷം മുമ്പ് നിലച്ചുപോയ ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും സജീവമാവുകയാണ്, വീണ്ടും ചർച്ചയാവുകയാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ നിലച്ചുപോയ പദ്ധതി വീണ്ടും പുനരാരംഭിക്കുകയാണ്. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഉടമ ഡോക്ടർ എബ്രഹാം കലമണ്ണിലാണ്. കഴിഞ്ഞ ദിവസം സർവേ ഡ്രോൺ ഉപയോഗിച്ചുള്ള സർവേ ഒക്കെ നടന്നു. എങ്ങനെയാണ് വീണ്ടും ആരംഭിക്കുന്നത്? ഒരു പരിപാടി തുടങ്ങുമ്പോഴേ ഒരു സർവേ നടത്തുകയും സാധ്യതകളെ കുറിച്ച് പഠിക്കുകയും വേണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പറ്റിയ ഒരു പരാജയം, അന്ന് ഇതുപോലെ ഡ്രോണൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ നടത്തിയപ്പോൾ അതിൽ പ്ലെയിൻ വരുമ്പം അമ്പലത്തിൻ്റെ കൊടിമരം തട്ടും, അതുപോലെ തന്നെ ചില പള്ളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് പറയാതിരിക്കാൻ ഒരു സാധ്യതാ പഠനം, അന്ന കാലത്ത് ഡ്രോണൊന്നും ഇല്ല, ഒരു സാധ്യതാ പഠനം നടത്തുന്ന നന്നായിരിക്കുമെന്ന് എന്നോട് MP പറഞ്ഞു, MLA പറഞ്ഞു. അങ്ങനെ ഒരു സാധ്യതാ പഠനം പ്രൈവറ്റാണ്. ഞങ്ങൾക്ക് മൗണ്ട് സിയോൺ കോളേജിന് എയറോനോട്ടിക്കൽ ഉണ്ട്. ഡ്രോൺ ഞങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്ത ഡ്രോൺകാരാണ് ഞങ്ങൾ. അപ്പം ഞാനൊരു പ്രൈവറ്റ് ഏജൻസിയോട് പറഞ്ഞു, മോനെ ഇതൊന്ന് വന്ന് അവിടെ എത്ര ഏക്കർ സ്ഥലം എടുത്താൽ ഒരു 3 കിലോമീറ്റർ റൺവേ കിട്ടും, അവിടെ വല്ല പള്ളിയോ അമ്പലമോ മറ്റു വല്ല വീടുകളോ എത്ര വീടുകളെ ഒഴിപ്പിക്കണം ഒന്ന് സ്റ്റഡി ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്നു, അവർ ഡ്രോൺ സർവേ നടത്തി, റിപ്പോർട്ട് തന്നില്ല എങ്കിലും അവർ പറഞ്ഞു ഗ്രീൻ സിഗ്നൽ തന്നു, ഞങ്ങൾ റിപ്പോർട്ടാക്കി തരാം, ഇറ്റ് ഇസ് ലുക്ക് ലൈക്ക് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. ഈ വലിയ എതിർപ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രാവശ്യം എതിർപ്പുകളെല്ലാം മറികടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും. എതിർപ്പെന്നൊക്കെ രാഷ്ട്രീയ എതിർപ്പാണ്, അല്ല ഒരു എതിർപ്പല്ല. ആറന്മുളക്കാരെതിർത്തില്ല. ആറന്മുളയിൽ എയർപോർട്ട് വേണമെന്ന് ആറന്മുളയിലെ മുൻ MLA KC രാജഗോപാലാണ് അച്യുതാനന്ദന്റെ വീട്ടിൽ പോയി ഒഫീഷ്യലി പറഞ്ഞ് അതിന് NOC മേടിച്ചത്. അച്യുതാനന്ദനാണ്, ഈ അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ഇതിന് NOC തന്നത്. മാർസിസ്റ്റുകാരുടെ കാര്യം മനസ്സിലായല്ലോ. BJPക്കാര് വളരെയധികം സന്തോഷത്തോടാണ് VN ഉണ്ണി അടക്കം ഇതിനെ സപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇടയ്ക്കൊരു പ്രോബ്ലം ഉണ്ടായി. അച്യുതാനന്ദൻ പോയി, പിണറായി വന്നു. പിണറായിക്ക് അച്യുതാനന്ദൻ കൊടുത്ത എയർപോർട്ട് ആറന്മുളയിൽ വരാൻ പാടില്ല. അതിന് പുള്ളി കണ്ടെത്തിയത് മാർക്സിസ്റ്റുകാരെ BJPക്കാരോട് കൂട്ടിപ്പിടിച്ചു. അച്യുതാനന്ദൻ കൊടുത്ത എയർപോർട്ട് ഇവിടെ വേണ്ട, അതിനത് ഇതൊക്കെ പറഞ്ഞൊപ്പിച്ചു. പിന്നെ അന്ന് കുമ്മനം രാജശേഖരൻ എതിരെയോ പോയി ആറന്മുള വന്നപ്പോൾ അദ്ദേഹം ഈ സമരം കണ്ടു, സുഗതാകുമാരിയും ഈ സമരം കണ്ടു. ഇവരെല്ലാം കൂടെ അങ്ങ് കൂടി. എന്തിനു വേണ്ടി കൂടിയ? സുഗതാകുമാരി ആറന്മുളക്കാരത്തിയാ. തിരുവനന്തപുരത്ത് താമസിക്കുന്ന സുഗതാകുമാരിക്ക് കാറിൽ വന്നാൽ മതിയോ? കുമ്മനം രാജശേഖരന് BJPക്കാർക്കും ഒക്കെ ഒരു എയർപോർട്ട് വരുമ്പോൾ വല്ല കുഴപ്പമുണ്ടോ? എന്തിനാണ് എതിർത്തതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷേ വന്നവരെല്ലാം കൂടെ അങ്ങ് കൂടി. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ്. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായിട്ട് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് മുൻപോട്ട് പോകും. അതാണ് കാര്യം. തീർച്ചയായും ഉറച്ച വിശ്വാസത്തിലാണ്. എന്തായാലും ഒരു വിമാനത്താവള പദ്ധതി ആറന്മുളയിൽ വരികയാണ്. വലിയ വിവാദങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായതാണ്. അത് വീണ്ടും സജീവമാവുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കാഡ്കോയിൽ വീണ്ടും അനധികൃത നിയമനമെന്ന് പരാതി. ക്രമക്കേടുകളുടെ പേരിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുറത്താക്കിയ ആളെ ഈ മാസം തിരിച്ചെടുത്തു. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്.
നിയമന ഉത്തരവുകളോ രേഖകളോ ഇല്ലാത്ത അസാധാരണ നിയമന രീതിയാണ് പൊതുമേഖലാ സ്ഥാപനമായ കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേത്. ഔട്ട്സോഴ്സിംഗ് എന്ന ഓമന പേരിലാണ് അനധികൃത നിയമനങ്ങൾ. ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുറത്താക്കപ്പെട്ട ജീവനക്കാരിയെ ജൂലൈയിൽ വീണ്ടും നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിയമനമെന്ന് ഇവർ അവകാശപ്പെടുന്നെന്നും മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ അഴിമതി ആരോപണങ്ങളാണ് കാഡ്കോയിൽ ഉയർന്നത്. ഔട്ട്സോഴ്സിംഗ് എന്ന പേരിൽ അനധികൃത നിയമനങ്ങളും നടന്നു. 23 അപ്രൂവ്ഡ് തസ്തികകളുള്ള ഓഫീസിൽ ഔട്ട്സോഴ്സിംഗിലൂടെ നിയമിച്ചത് 19 പേരെ. ഒരു നിയമനത്തിനും രേഖകളില്ല. അനധികൃത നിയമനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടിയാണ് പരാതി. ന്യൂസ് 18 തിരുവനന്തപുരം. അർബുദ രോഗബാധിതനായ 26-കാരൻ അടിയന്തര ചികിത്സയ്ക്ക് സഹായം തേടുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഷാമിൻ ഇബ്രാഹിമാണ് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. കീമോ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വേണമെന്നിരിക്കെ എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് ഷാമിന്റെ നിർധന കുടുംബം. നെയ്യാറ്റിൻകര വെള്ളറട മൂങ്ങോട് ഷമീം മൻസിലിൽ ഇബ്രാഹിം സബീന ദമ്പതികളുടെ മകനായ ഷമീം ഇബ്രാഹിന് വിദേശത്ത് ജോലി ചെയ്യുമ്പോഴാണ് ആദ്യ ലക്ഷണങ്ങൾ കാണുന്നത്. വിട്ടുമാറാത്ത ചുമയെ തുടർന്ന് ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ബി സെൽ ലിംഫോമ എന്ന അർബുദമാണ് ഷമീൻ ഇബ്രാഹിമിനെ പിടിപെട്ടതെന്ന് കണ്ടെത്തി. തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. ഇതിനോടകം 6 കീമോയ്ക്ക് വിധേയനായ ഷമീമിന് ഇനിയും 6 കീമോയും ഹാർട്ടിസെൽ ട്രാൻസ്പ്ലാന്റേഷനും മാത്രമാണ് പരിഹാരമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ചികിത്സയ്ക്ക് വേണ്ടതാകട്ടെ 60 ലക്ഷത്തിലധികം രൂപയും. ഷമീമിന്റെ പിതാവ് ഇബ്രാഹിമിന് കടുത്ത അർബുദ രോഗം ബാധിച്ചതിനെ തുടർന്ന് കാൽവിരലുകൾ നീക്കം ചെയ്തതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഒരു കീമോയ്ക്ക് തന്നെ 4 ലക്ഷം രൂപ ചിലവുണ്ട്. പിന്നെ ട്രാൻസ്പ്ലാന്റേഷനാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. കീമോ വന്നിട്ട് 5 കീമോ ഇനി വേണം. അപ്പം 4 ലക്ഷത്തിൻ്റെ 5 കീമോയും വേണം, ട്രാൻസ്പ്ലാന്റേഷനും എല്ലാം കൂടി ആകുമ്പോൾ 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാവും. അപ്പം മുന്നോട്ടുള്ള ചികിത്സയ്ക്കുള്ള പൈസ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാര്യം എൻ്റെ വീട്ടുകാർക്കും പറ്റത്തില്ല. വാപ്പാക്ക് വയ്യ, വാപ്പാൻ്റെ കാല് വയ്യ, അതേപടി എനിക്കും വയ്യ. അപ്പം ഉമ്മ മാത്രമാണ് ഉള്ളത്. ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അതിന് സുഖമില്ല. കാല് വിരലൊക്കെ എടുത്ത് അതും ചികിത്സയിലാണ്. അതും കുറച്ച് നാളായി ചികിത്സയിലാണ്. പിന്നെ ഒരു മോനാണ് എനിക്കുള്ളത്. വേറെ ആരും എനിക്കില്ല. അവനെ എൻ്റെ ജീവിതത്തിലോട്ട് എനിക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിലും ഞാൻ അപേക്ഷിക്കുകയാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. കുടുംബത്തിന് ആകെയുള്ള 4.5 സെന്റ് സ്ഥലവും വീടും കേരള ബാങ്കിൽ പണയത്തിലാണ്. ആരെങ്കിലും സഹായമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഇതിലേക്കായി SBI കുടപ്പനമൂട് ശാഖയിൽ ഷമീൻ ഇബ്രാഹിമിന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കാസർഗോഡ് റാണിപുരത്ത് കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. 2 കാറുകളിലെത്തിയ കർണാടക സ്വദേശികളായ യുവാക്കളാണ് സാഹസിക യാത്ര നടത്തിയത്. കാറിന്റെ ഡോറിലിരുന്നായിരുന്നു യുവാക്കളുടെ യാത്ര. ദൃശ്യങ്ങൾ ഒരാൾ മൊബൈലിൽ പകർത്തി കൈമാറിയതോടെ രാജപുരം പോലീസ് സംഭവത്തിൽ കേസെടുത്തു. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി കരൂരിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പ്രചാരണ സമയത്ത് കരൂരിൽ ആൾക്കൂട്ട മരണം സംഭവിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. റീൽസ് അല്ല, റിയൽ ജനകീയ ഭരണമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതെന്ന് വിജയ് പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. எங்க இருக்காருன்னே தெரியாம ஓடு 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 வராம் பாரு வேட்டக்காரன் ஓடினே இருக்கிறாரு. இன்னொருத்தர் ஃபாரின்ல போய் ஒளிஞ்சுக்கிட்டார். ஃபாரின்னவனே ஸ்டாலின் சார்ன்னு நினச்சிட போறீங்க. அவர் இல்லை. எனக்கு எப்பவுமே ஸ்டாலின் சார் மேலே ஒரு தனி பாசம் ஒன்று உண்டு. கரூர்ல இருந்து ஒட்டுமொத்த தமிழ்நாட்டு மக்களுக்கும் சொல்றேன், உங்க டிவிக்கு அரசு உங்களுக்காகத்தான் உழைக்கும். அடிப்படை வசதிகளை முதல்ல நிறைவேற்றணும். ஒரு பக்கம் நிதி நிலைமையை சரி செஞ்சுக்கிட்டே இன்னொரு பக்கம் அப்படியே நாம் சொன்னதில் ப்ரையாரிட்டி பார்த்து ஒவ்வொன்றா படிப்படியாக நிறைவேற்ற ட்ரை பண்ணுவோம். இது எப்பவும் உங்களுக்கான அரசாக தான் இருக்கும். இந்த விஜய் உங்கள் விஜயாக தான் இருப்பான்.
நீங்கள் உரிமையோடு உங்கள் கவர்மெண்ட்டை நீங்கள் அணுகலாம். 2025 സെപ്റ്റംബറിൽ TVK നടത്തിയ പൊതുപരിപാടിയിൽ കരൂരിൽ 41 പേർ മരണപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് വിജയ് കരൂരിലേക്ക് എത്തുന്നത്. അന്ന് TVKയുടെ നേതാവ് എന്ന നിലയിലായിരുന്നു വിജയ് കരൂരിലേക്ക് എത്താൻ തീരുമാനിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ വിജയ് എത്തുമ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. അതുകൊണ്ട് തന്നെ വൈകാരികമായ ഒരു സ്വീകരണമാണ് കരൂരിൽ വിജയ്ക്ക് ലഭിച്ചത്. നേരത്തെ ചെന്നൈയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ആയിരുന്നു തിരുച്ചിറപ്പള്ളിയിലേക്ക് വിജയ് എത്തിയത്. അവിടെ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരം റോഡ് ഷോ ആയാണ് വിജയ് കരൂരിലേക്ക് എത്തിയത്. ഈ റോഡ് ഷോയിൽ കടന്നു വന്ന വഴികളുടെ ഇരുഭാഗത്തുമായി 100 കണക്കിന് അണികളും പ്രവർത്തകരുമാണ് വിജയെ അഭിസംബോധന ചെയ്യാൻ എത്തിയിരുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള 1700 കോടി രൂപ മുതൽ മുടക്കുള്ള ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയുടെ ഉദ്ഘാടന ചടങ്ങാണ് അദ്ദേഹം നിർവഹിച്ചത്. കരൂർ സംഭവവുമായി ബന്ധപ്പെട്ട് DMKയ്ക്ക് നേരെ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കാൻ വിജയ് ശ്രമിച്ചു. പ്രത്യേകിച്ച് കരൂർ സംഭവം തന്നെ ഏറെ വേദനിപ്പിച്ച ഒന്നായിരുന്നു. എന്നാൽ അതിൽ ഇത്രമേൽ വലിയൊരു നാടകം കളിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനെ പൊളിറ്റിക്കൽ ആയുധമാക്കി DMK മാറ്റി എന്നുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമുക്ക് ആ കാലഘട്ടം ഓർമ്മയുണ്ട്. അതായത് TVK എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട ഒരു പൊതുയോഗം ആയിരുന്നു കരൂരിലേത്. പക്ഷേ ആ യോഗത്തിൽ തന്നെ ഉന്തും തള്ളും ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടം ഉണ്ടാവുകയും അങ്ങനെ 41 പേർ ആണ് ആ ആൾക്കൂട്ട അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തത്. അതിനുശേഷം വിജയ്ക്ക് പിന്നീട് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു സൃഷ്ടിച്ചത്. ദിവസങ്ങളോളം വിജയ് വീട്ടിൽ തന്നെ തുടർന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് പലപ്പോഴായി കരൂരിലേക്ക് എത്താൻ വിജയ് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അതിനെ തടയുന്ന ഒരു സമീപനമായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിജയ്ക്ക് കരൂരിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനെയും വിജയ് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ആരാണ് പോലീസിന് മേൽ ഇത്രമേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയത് എന്നതുകൂടിയായിരുന്നു വിജയുടെ ചോദ്യം എന്നത്. അതിനുശേഷം പിന്നീട് ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ സഹായം വിജയ് പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം ഈ കുടുംബാംഗങ്ങളെ വിജയ് വിളിച്ചു വരുത്തുകയും അങ്ങനെ അവരോട് ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ ഈ കരൂർ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 32 ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകുവാൻ തീരുമാനിച്ചിരുന്നു. അത് രാഷ്ട്രീയമായി വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പ്രതിപക്ഷ പാർട്ടികൾ അതിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നൽകുന്നത് പോലെയല്ല സർക്കാർ നിയമനങ്ങൾ എന്ന വിമർശനമായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത്. അതേസമയം ഈ ജോലി നൽകിയ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി അതും വിജയിക്ക് വലിയ നേട്ടമായ പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഈ സർക്കാർ ജോലിയുടെ ഉത്തരവ് നേരിട്ട് കുടുംബാംഗങ്ങൾക്ക് നൽകുന്നതിന് കൂടിയായിരുന്നു വിജയ് കരൂരിലേക്ക് എത്തിയത്. KP അഭിലാഷിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യ മലയാളിയാകാൻ ഒറ്റപ്പാലത്തുകാരൻ. മനുഷ്യരാശിയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കുന്ന നിർണായക പരീക്ഷണങ്ങളുമായി നാസയുടെ ആസ്ട്രോനോട്ട് ഡോക്ടർ അനിൽ മേനോൻ ജൂലൈ 14 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. ഒറ്റപ്പാലത്തിന്റെ വേരുകളുള്ള ഈ മലയാളി ശാസ്ത്രലോകത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു അഭിമാന അധ്യായം കൂടി എഴുതാൻ ഒരുങ്ങുകയാണ്. 8 മാസത്തോളം അനിൽ മേനോൻ ബഹിരാകാശത്ത് ചെലവഴിക്കും. ബഹിരാകാശത്ത് നിന്ന് ആദ്യ മലയാളി എന്ന നേട്ടത്തിനരികെ എത്തിയിരിക്കുന്നത് ഒരു ഒറ്റപ്പാലക്കാരനാണ് എന്നുള്ളതാണ് കേരളത്തിന് ഏറ്റവും അഭിമാനകരമായി ഉള്ളത്. ചൊവ്വാഴ്ച കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് സോയൂസ് MS 29 പേടകത്തിലാണ് അനിൽ മേനോനും സംഘവും യാത്ര തിരിക്കുക. അനിൽ മേനോനൊപ്പം 2 റഷ്യക്കാർ കൂടി ഈ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 8 മാസത്തോളം ഇവർ ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത്. ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യനും എഞ്ചിനീയറും സൈനിക ഉദ്യോഗസ്ഥരും കൂടിയാണ് അനിൽ മേനോൻ എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. 2 റഷ്യൻ ശാസ്ത്രജ്ഞർ, നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഒരു പല മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. 2024 തന്നെ ജനുവരിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം അനിൽ മേനോനും സംഘവും പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏകദേശം 240 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ കന്നി ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം 2027 അദ്ദേഹം തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പാതി മലയാളി കൂടിയായ അനിൽ മേനോൻ ജനിച്ചതും വളർന്നതുമൊക്കെ പക്ഷേ അമേരിക്കയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. ഹാർവാർഡിൽ നിന്നാണ് ന്യൂറോബയോളജിയിൽ അദ്ദേഹം ബിരുദം നേടിയത്. ഒപ്പം സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മെഡിക്കൽ ബിരുദവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ഒരു പ്രധാനി കൂടിയാണ് അനിൽ മേനോൻ. നേരത്തെ സ്പേസ് എക്സിൽ ആദ്യത്തെ ഫ്ലൈറ്റ് സർജനും മെഡിക്കൽ ഡയറക്ടറുമായിരുന്നു അനിൽ മേനോൻ എന്നുകൂടി ചേർത്ത് വെക്കണം. സ്പേസ് എക്സ് പോലെയുള്ള വലിയ
കമ്പനിയിൽ ജോലി ചെയ്ത ശേഷമാണ് അദ്ദേഹം നാസയുടെ ഭാഗമാകുന്നത് എന്നുള്ളതാണ്. 2014 നാസയിൽ ഫ്ലൈറ്റ് സർജനായി അൽ മേനോൻ എത്തുകയും മറ്റും ചെയ്ത് എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടറെ അദ്ദേഹം ബഹിരാകാശ ഗവേഷകരുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യഘട്ടത്തിൽ നാസയുമായി അസോസിയേറ്റ് ചെയ്തത്. അതുമാത്രമല്ല സ്പേസ് എക്സ് ജീവനക്കാരി കൂടിയായ അന്ന മേനോൻ ഇതിനു മുൻപ് ബഹിരാകാശ ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആസ്ട്രോനട്ട് കൂടിയാണ്. അതായത് കുടുംബത്തിൽ 2 പേർ ഇപ്പോൾ ബഹിരാകാശ ആസ്ട്രോനട്ടുകളായി മാറുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ചന്ദ്ര ചൊവ്വ ഗവേഷണത്തിലാകും അവിടെ ഇവർ ഏർപ്പെടുക, ബഹിരാകാശ തലത്തിൽ ഏർപ്പെടുക എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിരവധി ദൗത്യങ്ങൾക്ക് ശേഷം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഹണ്ടിങ്ടൺ ഡിസീസിനെ കുറിച്ച് പഠനം നടത്തിയ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. എമർജൻസി മെഡിസിനിലും എയ്റോസ്പേസ് മെഡിസിനിലും റെസിഡൻസിയും പൂർത്തിയാക്കിയ പ്രധാനിയാണ്. US എയർഫോഴ്സിൽ ലഫ്റ്റനന്റ് കേണലായും US സ്പേസ് ഫോഴ്സ് കേണലായും സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം യുദ്ധമുന്നണിയിൽ അദ്ദേഹം പങ്കാളിയായ പശ്ചാത്തലം കൂടിയുണ്ട്. അത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിലെ ക്ലൈംബർമാരെ സഹായിക്കുന്ന ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷനിലും അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം യുദ്ധമുന്നണിയിലും അദ്ദേഹം പങ്കാളിത്തം വഹിച്ച പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ 2018 മുതലാണ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും മറ്റും ചെയ്തത്. അതിനുശേഷം 2021 ഡിസംബറിലാണ് നാസയുടെ ആസ്ട്രോനട്ട് കാൻഡിഡേറ്റായി തെരഞ്ഞെടുക്കപ്പെടുകയും മറ്റും ചെയ്തത്. ഏതായാലും ചൊവ്വാഴ്ചയാണ് ദൗത്യസംഘം യാത്ര തിരിക്കുക. അവർ 8 മാസത്തോളം അവിടെ ബഹിരാകാശത്ത് ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രഞ്ജിത്ത് രാമേന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഏരീസ് ഗ്രൂപ്പിന്റെ ഇൻഡിവുഡ് എന്റർടൈൻമെന്റ് കൺസോർഷ്യത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇൻഡിവുഡ് സ്പിരിച്വൽ ആൻഡ് പീസ് എക്സലൻസ് അവാർഡ് 2026 പുനലൂരിൽ വിതരണം ചെയ്തു. സമൂഹത്തിൽ മികച്ച മാറ്റങ്ങൾക്ക് പ്രചോദനമായ വിവിധ മത ആത്മീയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രമുഖ ആത്മീയ നേതാക്കളെയും സംഘടനകളെയും ശാന്തിദൂതന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സംഗമവും നടന്നു. സ്പിരിച്വൽ ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ ഹാർമണി എക്സലൻസ് അവാർഡ് സ്വാമി ധർമ്മ ചൈതന്യയ്ക്കും, റിലീജിയസ് ഹാർമണി ആൻഡ് കമ്മ്യൂണിറ്റി പീസ് എക്സലൻസ് അവാർഡ് ഡോക്ടർ BP സുഹൈബ് മൗലവിക്കും, സ്പിരിച്വൽ വിഷണറി ആൻഡ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് ഡോക്ടർ എബ്രഹാം മുളമൂട്ടിലിനും സമ്മാനിച്ചു. ഏരീസ് ഗ്രൂപ്പ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സോഹൻ റോയ് രൂപം നൽകിയ പ്രോജക്ട് ഇൻഡിവുഡ് എന്ന പദ്ധതിയുടെ ഒരു ഭാഗം കൂടിയാണ് ഇൻഡിവുഡ് എക്സലൻസ് പുരസ്കാരങ്ങൾ. ഇനി ക്വാർട്ടർ പോരാട്ടം. In association with Mehta Regal FC Kerala. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ ജയം. കിലിയൻ എംബാപ്പയും ഔസ്മാൻ ഡെംബലയും ഗോളുകൾ നേടി. ഇസ്മായിൽ സാബിരിയയുടെ അഭാവത്തിൽ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ മൊറോക്കോ ആദ്യ പകുതിയിൽ ഫ്രാൻസിനെ ഗോളടിക്കാതെ പിടിച്ചുകെട്ടി. ഗോൾ കീപ്പർ യാസിൻ ബൗനുവിന്റെ സേവുകളും ആഫ്രിക്കൻ ടീമിന് തുണയായി. എംബാപ്പയുടെ പെനാൽറ്റി ഉൾപ്പെടെ 6 സേവുകളാണ് ബൗനു നടത്തിയത്. 60-ാം മിനിറ്റിലാണ് എംബാപ്പയിലൂടെ തന്നെ ഫ്രാൻസ് അക്കൗണ്ട് തുറന്നത്. 6 മിനിറ്റിനപ്പുറം ഡെംബലെ ലീഡ് ഉയർത്തി. തുടർച്ചയായ 3-ാം ലോകകപ്പിലാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. ഈ തോൽവിയോടെ രാജ്യാന്തര ഫുട്ബോളിലെ മൊറോക്കോയുടെ 34 മത്സരങ്ങൾ നീണ്ട അപരാജിത കുതിപ്പിന് വിരാമമായി. ടൂർണമെന്റിലെ 8ാമത്തെ ഗോൾ നേടിയ കിലിയൻ എംബാപ്പയാണ് ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മുൻപിൽ. ലോകകപ്പിലെ 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് യൂറോപ്യൻ ഭീമന്മാരുടെ പോരാട്ടം. സ്പെയിനും ബെൽജിയവുമാണ് സെമി ഫൈനൽ ലക്ഷ്യമിട്ട് നേർക്കുനേർ വരുന്നത്. എങ്കിൾവുഡിലെ സോഫി സ്റ്റേഡിയത്തിൽ രാത്രി 12:30 മത്സരം. സ്പാനിഷ് ഡിഫൻസും ബെൽജിയം മുന്നേറ്റവും തമ്മിലുള്ള പോരാട്ടം. യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് ലോകവേദിയിൽ ബെൽജിയത്തെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിൻ ക്വാർട്ടർ വരെ എത്തിയത്. കേപ്പ് വെർഡെക്കെതിരായ ഗോൾരഹിത സമനിലയോടെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീടെല്ലാം ജയിച്ചു കയറി. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിനെതിരെ 1 ഗോളിന്റെ ജയം. പക്ഷേ മത്സരത്തിലെ പ്രകടനം അത്ര ആവേശം പകരുന്നതല്ല ആരാധകർക്ക്. പരിക്കേറ്റ സ്റ്റാർ വിംഗർ നിക്കോ വില്യംസ് ഇത്തവണയും പകരക്കാരുടെ നിരയിലായിരിക്കും. ഉനൈ സിമോൺ ക്ലീൻ ഷീറ്റ് നേട്ടം തുടർന്നാൽ സ്പെയിന് മാനസിക മേൽക്കൈയുണ്ടാകും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. ബെൽജിയത്തിന്റെ ഗോൾ പോസ്റ്റും കടുകട്ടിയാണ്.
തിബോ കോട്ടുവയുടെ പരിചയസമ്പത്തും റിഫ്ലക്സും ലോകവേദിയെ വിസ്മയിപ്പിച്ചിട്ടുള്ളത് ആദ്യമായിട്ടല്ല. യൂറോപ്യൻ ചാമ്പ്യന്മാരെ മലർത്തിയടിക്കുമെന്നാണ് കോട്ടുവയുടെ പ്രഖ്യാപനം. I think the most important is to win your games and not only to play well football. It's a nice thing to also play well, but the most important is to win and to continue, and that's what we did. And Spain is a great team. I think they are one of the favorites to win it. So obviously we start as an underdog against them, but as a football everything is possible, and I believe that we can win with all respect, but obviously they are the favorite. റൗണ്ടുകൾ പിന്നിടും തോറും കരുത്താർജിച്ചാണ് ബെൽജിയം നിൽക്കുന്നത്. കെവിൻ ഡിബ്രൂയിനെ, ചാൾസ് ഡെ കെറ്റ്ലറെ, ജെറമി ഡോക്കു എന്നിങ്ങനെ വൻ നിരയാണ് ബെൽജിയത്തിന്റെ മുന്നേറ്റത്തിൽ. അമദു ഒനാനയുടെ പരിക്ക് മിഡ്ഫീൽഡിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. 22 തവണ രണ്ടു ടീമും ഏറ്റുമുട്ടിയപ്പോൾ 12 എണ്ണം വിജയിച്ച സ്പെയിന് കണക്കുകളിൽ മേധാവിത്വമുണ്ട്. 5 തവണ മാത്രമാണ് ബെൽജിയത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. ലോകകപ്പിലെ 2 മത്സരങ്ങളിൽ ഓരോന്ന് വീതം ഇരു ടീമിനും സ്വന്തമായി. സെമി ഫൈനൽ ടിക്കറ്റ് എളുപ്പമാകില്ല 2 സംഘങ്ങൾക്കുമെന്നുറപ്പ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് എത്തിയതോടെ അമേരിക്കയിലെ മിക്ക ഭക്ഷണശാലകൾക്കും ഒരു ഫുട്ബോൾ ടച്ചുണ്ട്. മിയാമിയിലെ ഒരു പ്രമുഖ ബേക്കറി ഫുട്ബോൾ പ്രേമികൾക്കായി ഫുട്ബോൾ രൂപത്തിലുള്ള ക്രോസന്റുകൾ ഒരുക്കിയാണ് കാത്തിരിക്കുന്നത്. ഫുട്ബോൾ ആഘോഷങ്ങൾക്ക് മധുരം കൂട്ടാനാണ് മയാമിയിലെ പ്രശസ്തമായ മമൻ ബേക്കറിയുടെ ശ്രമം. ഫുട്ബോളിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ക്രോസന്റുകൾക്ക് മുകളിൽ അലങ്കാരമായി ലോകവേദിയിലെ ടീമുകളുടെ പതാകകളുണ്ട്. ബ്രസീൽ, അമേരിക്ക, അർജന്റീന, മെക്സിക്കോ, ഫ്രാൻസ്, യുറഗ്വേ എന്നീ 6 രാജ്യങ്ങളുടെ പതാകകളാണ് ക്രോസന്റുകളിൽ പതിപ്പിച്ചിട്ടുള്ളത്. So Maman Bakery decided to create this collection of soccer ball croissants to celebrate the World Cup coming into the United States and celebrate all the country coming together and different culture. രൂപത്തിൽ മാത്രമല്ല, ഓരോ രാജ്യത്തിന്റെ പതാകയ്ക്കനുസരിച്ച് അതിന്റെ ഉള്ളിലെ ഫ്ലേവറുകളിലും വൈവിധ്യമുണ്ട്. അമേരിക്കൻ പതാകയ്ക്കുള്ളിൽ ചോക്ലേറ്റ് ബട്ടർ ക്രീമാണ്. ബ്രസീലിന്റേതിൽ അസായ് ബെറി ഫ്ലേവർ. അർജന്റീനയ്ക്ക് പേരക്കയുടെ മധുരമാണെങ്കിൽ മെക്സിക്കോയ്ക്കുള്ളിൽ മാമ്പഴവും ഫ്രാൻസിനുള്ളിൽ സ്ട്രോബെറിയും യുറഗ്വേയ്ക്ക് ലിച്ചി ഫ്ലേവറുമാണ്. So each flavor has been carefully chosen to represent the flavor identity of the country that plays in World Cup. So for United States, for example, we have the chocolate buttercream that remind the richness of the dessert that we can find here. We have the acai berry for Brazil. It's like a little fruit that grows over there. ലൂസേഴ്സ് ഫൈനൽ ഉൾപ്പെടെ മയാമിയിൽ നടക്കാനിരിക്കെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആരാധകരെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഫുട്ബോൾ ക്രോസന്റുകൾ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫുട്ബോളർ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കും. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജൂലൈ 11 മുതൽ ഷാർജ, റോളയിലും. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 13,275 രൂപ, പവൻ 1,06,200 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 10,965 രൂപ, പവൻ 87,720 രൂപ. വെള്ളി ഗ്രാമിന് 240 രൂപ, കിലോയ്ക്ക് 2,40,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജൂലൈ 11 മുതൽ ഷാർജ, റോളയിലും. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്.